ഹായ് ഫ്രണ്ട്സ്, ഞാൻ മിന്നു. ഞാൻ ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവും എന്ന നമ്മുടെ ഒരു മൂന്നാമത്തെ വീഡിയോ ആണ് ഇടുന്നത്. ഇതിൽ നമ്മളിനി പറയാൻ പോകുന്നത് പ്ലേഗ് ബോണസിനെ കുറിച്ചാണ്. പ്ലേഗ് ബോണസ് 1917 അഹമ്മദാബാദിൽ പൊട്ടിപ്പുറപ്പെട്ട പ്ലേഗ് രോഗം അവിടുത്തെ ജനസംഖ്യയുടെ ഏതാണ്ട് 10% പേരെ കൊന്നൊടുക്കി. രോഗഭീതി മൂലം തൊഴിലാളികൾ തൊഴിലുപേക്ഷിച്ച് പോകാതിരിക്കാനായി ഈ കാലയളവിൽ അവരുടെ ശമ്പളത്തിൻ്റെ 80% വരെ ബോണസായി നൽകിയിരുന്നു. രോഗഭീതി ഒഴിഞ്ഞതോടുകൂടി ഈ ആനുകൂല്യം നിർത്തലാക്കിയതാണ് തൊഴിലാളികളെ സമരത്തിന് പ്രേരിപ്പിച്ചത്. ഈ പ്ലേഗ് ബോണസ് എന്തുവാണെന്ന് അറിഞ്ഞൂടാത്തവർക്കാണ് ഞാൻ പറയാം. ഈ പ്ലേഗ് ബോണസ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ 1918 ഗുജറാത്തിൽ അഹമ്മദാബാദിൽ നമ്മളെ ഗാന്ധിജി നടത്തിയ ഒരു സമരമായിരുന്നു. അഹമ്മദാബാദ് തുണിമില്ല് തൊഴിലാളികളുടെ സമരം. അത് അദ്ദേഹത്തിൻ്റെ ആദ്യ നിരാഹാര സമരമായിരുന്നു. അത് തൊഴിലാളികളുടെ വേതന വർധനവിന് വേണ്ടി നടത്തിയ ഒരു സമരമായിരുന്നു നമ്മുടെ അഹമ്മദാബാദ് തുണിമില്ല് സമരം. അഹമ്മദാബാദ് തുണിമില്ല് തൊഴിലാളികളുടെ ആ സമരത്തിൻ്റെ പ്രധാന കാരണം എന്തുവായിരുന്നെന്ന് ചോദിച്ചാൽ അത് പ്ലേഗ് ബോണസ് ആയിരുന്നു. ഈ പ്ലേഗ് ബോണസ് എന്താണെന്ന് വെച്ചാൽ അതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. അത് 1917 അഹമ്മദാബാദിൽ പൊട്ടിപ്പുറപ്പെട്ട പ്ലേഗ് രോഗം അവിടുത്തെ ജനസംഖ്യയുടെ ഏതാണ്ട് 10% പേരെ കൊന്നൊടുക്കി. ആൾക്കാരെ കൊന്നൊടുക്കി. അത് രോഗഭീതി മൂലം തൊഴിലാളികൾ തൊഴിലുപേക്ഷിച്ച് പോകാതിരിക്കാനായി ഈ കാലയളവിൽ അവരുടെ ശമ്പളത്തിൻ്റെ 80% വരെ ബോണസായി നൽകിയിരുന്നു. രോഗഭീതി ഒഴിഞ്ഞതോടുകൂടി ഈ ആനുകൂല്യം നിർത്തലാക്കിയതാണ് തൊഴിലാളികളെ സമരത്തിന് പ്രേരിപ്പിച്ചത്. ഇതാണ് പ്ലേഗ് ബോണസ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം വരുന്നത്, 1916 INCയുടെ ലക്നൗ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം നീലം കർഷകരോട് സഹതാപം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള പ്രമേയം പാസ്സാക്കിയത് ആരാണെന്നായിരുന്നു. അത് ബ്രിജ് ബാബു കിഷോർ പ്രസാദ്. പ്രമേയം പാസ്സാക്കിയതല്ല, പ്രമേയം അവതരിപ്പിച്ചത്. അത് അവതരിപ്പിച്ചത് ബ്രിജ് ബാബു കിഷോർ പ്രസാദ്. അദ്ദേഹമായിരുന്നു പ്രമേയം അവതരിപ്പിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്, ഗാന്ധിജി ഇന്ത്യയിൽ തൻ്റെ പൊതുപ്രവർത്തനം ആരംഭിക്കാനിടയായ സംഭവമാണ് നമ്മൾ ആദ്യം പഠിച്ചതിൽ ചമ്പാരനിലെ നീലം കർഷകരുടെ സമരം. സത്യാഗ്രഹം